കോൺഗ്രസും CPM തമ്മിൽ നേരിട്ടുള്ള രാഷ്ട്രീയ മത്സരത്തിന് ഒരുങ്ങുകയാണ് നിലമ്പൂർ എന്നുള്ള രീതിയിൽ വളരെ വളരെ പ്രതീക്ഷയോടെ വളരെ ആവേശത്തോടെ നമ്മൾ ആ ഇലക്ഷന് കണ്ടിട്ടുള്ളത്. നല്ല കാര്യം, നല്ല രണ്ട് കാൻഡിഡേറ്റ്സ്. പക്ഷേ അത് അവിടുന്ന് ട്വിസ്റ്റ് ചെയ്ത് പോയിട്ട് UDF ജയിക്കുകയും പക്ഷെ മുന്നോട്ട് വെച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഇല്ലാതാവുകയും ചെയ്യാണ്. ഇത് വലിയൊരു ചോദ്യമാണ്. നിങ്ങൾ ഉയർത്തുന്ന, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം മുറുകെ പിടിച്ചുകൊണ്ട് പരാജയപ്പെടണമോ, അതോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം ഇല്ലാതായിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ജയിക്കേണ്ടതുണ്ടോ? രണ്ട് ടേം അധികാരത്തിന് പുറത്ത് നിന്ന് കഴിഞ്ഞു എന്ന് വരുമ്പോ കേരളത്തിൽ UDF ആ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്നാണ്. ഇന്ന് അസീഫ് ഇത്തരത്ത് ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, മരിച്ചുപോയ തൊട്ടു മുമ്പത്തെ ലീഗിന്റെ നേതാവായിരുന്ന ഹൈദർ അലി തങ്ങൾ ഒരേ ഒരു സമര രംഗത്തെ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. അത് BJPയുടെ VV രാജേഷ് നിരാഹാരം കടന്നെടുത്തായിരുന്നു. അതിന്റെ മുന്നത്തെ തങ്ങൾ ഒരേ ഒരു ഇലക്ഷൻ പ്രചരണത്തിലെ പങ്കെടുത്തിട്ടുള്ളൂ. അത് കോലീബി മുന്നണിയുടെ ബേപ്പൂരിലെ BJP കാൻഡിഡേറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പാർട്ടിയുടെ ഏറ്റവും പുതിയ സ്റ്റേജിൽ കയറാൻ അനുവാദമില്ലാത്ത സ്ത്രീ നേതാവാണ് M സ്വരാജിനെ പോലുള്ള ഒരാളെ സംഘാവ് എന്ന് വിളിക്കുന്നത്. അതേസമയം അയ്യപ്പനാണ് തോൽപ്പിച്ചതെന്ന് സംഘപരിവാറിന്റെ ആളുകളും വിളിച്ചു പറയുന്നു. സത്യത്തിൽ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് കാണുകയാണ് നിലമ്പൂരിലെ റിസൾട്ട്.